അല്ല സജീവ പ്രാവശ്യം നമ്മള് ജയിക്കൂലേ? നിങ്ങൾ ഈ മോന്ത പൂർത്തിക്കലും ചെറുക്കി നല്ല ചെറുക്കി പല്ല് കാട്ടി ചെറുക്കി അങ്ങനെ ചുരുക്കി പ്രാവശ്യം ഉണ്ടല്ലോ നമുക്ക് തന്നെ ചാൻസ്. അപ്പൊ ഈ കേറുമ്പോ നല്ല ശ്രദ്ധിച്ച് വലതുകാലം വെച്ച് കേറുണ്ടോ. ആദ്യത്തെ വീടാണ് വരി. രാവിലെ തന്നെ ചേച്ചിന്റെ കയ്യിൽ ചൂലാണ്. പ്രശ്നമില്ലല്ലോ. അതൊന്നും പ്രശ്നമില്ല. ചേച്ചിയുടെ ഊട്ടി അമ്മക്ക് നമുക്ക് ചൂല് കണ്ടാലും പ്രശ്നമല്ല. അതെ അതെ ചേച്ചിയെ ഞാനാണ് ഇപ്രാവശ്യം കൊടുത്ത സ്ഥാനാർത്ഥി, അറിയില്ലേ? അതറിയാലോ. അപ്പോ നമ്മുടെ ചിഹ്നം അറിയാലോ. ഇപ്രാവശ്യം വോട്ട് ചെയ്യണം. അതൊക്കെ ഞാൻ അറിഞ്ഞു, നീയാ നിക്കണമെന്നൊക്കെ അറിഞ്ഞു. പക്ഷെ എന്താ ഒരു പ്രശ്നം എന്നറിയോ? വോട്ട് ഏട്ടനും കുട്ടികൾക്കൊക്കെ ഉണ്ട്, ശക്തി മാത്രം എന്റെ വോട്ട് ലിസ്റ്റിൽ ഇല്ല. അതിനെന്താ ചേച്ചി ഇതിലുണ്ടാവേ? അത് നോക്കിക്കാജ്. അതിലുണ്ടേ. അല്ലേ അത് പ്രശ്നമാക്കണ്ട, നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ പോയി കിടക്കണ്ടാവേ. വെളിച്ചാകുമ്പോ തന്നെ തോന്നിയാസം പറഞ്ഞു വരെ അപ്പുറത്തെ വീട്ടിൽ പോയി കടക്കുക. അത്രേ ഞങ്ങൾക്കൊരു വോട്ടും ഇല്ല, ഒന്നുമില്ല. ആന കള്ള എന്റെ കയ്യില് ഓരോരുത്തന്മാരും ഇങ്ങോട്ട് വരും. ഓരോരോ 5 കൊല്ലം കൂടുമ്പോ കുടുംബത്തെ പറഞ്ഞോരെങ്ങനെ ഓരോന്ന് പറയാനായിട്ട് നാശകൂലങ്ങള്. നിങ്ങളെന്ത് വർത്താനം ചേച്ചിയോട് പറഞ്ഞേ? അതിന് ഞാനെന്താ പറഞ്ഞത്? ഞാൻ ചേച്ചി കണ്ടില്ല ആട്ടിയത്. എടാ അനക്ക് ഇപ്പത്തെ അവസ്ഥ അറിയില്ലേ? എന്താണ് ഈ വാർഡുകൾ വെട്ടി തിരിച്ചോണ്ടേ ഈ വീട്ടിലോട്ട് അപ്പുറത്തെ വീട്ടിലോട്ട് ഇപ്പുറത്ത്. അപ്പൊ ഈ ചേച്ചിന്റെ വോട്ട് അപ്പുറത്തെ വീട്ടിലാവുന്ന ഞാൻ പറഞ്ഞതേ. അത് ശരി, അതാണ് ആ ചേച്ചി ചൂലോണ്ടാക്കിയത്. മടാളാണ് ചെയ്തല്ലോ. പടച്ചോനെ.